الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജുമാ ഖുതുബ ജനങ്ങൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുന്നതായിരുന്നു. പല ഉപദേശങ്ങളും സാഹചര്യങ്ങൾക്കും സന്ദർഭങ്ങൾക്കും അനുസരിച്ചുള്ളതായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ കേരളീയ മുസ്ലിം സമൂഹത്തിൽ വലിയ ചർച്ചയ്ക്ക് വന്നൊരു വിഷയമാണ് സ്ത്രീകൾക്ക് പള്ളി അനുവദനീയമാണോ എന്ന വിഷയം. ഒരുപക്ഷെ ഈ വിഷയം നമ്മൾ ഈ അടുത്തൊന്നും പ്രമാണങ്ങൾ വെച്ച് ചർച്ച ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ ഒരു വിഭാഗം പള്ളിയിൽ പോകാമെന്ന് പറയുന്നു, മറ്റൊരു വിഭാഗം പള്ളിയിൽ പോകാൻ പാടില്ല എന്ന് പറയുന്നു എന്ന് മനസ്സിലാക്കി എന്നതിലപ്പുറം പ്രമാണങ്ങൾ ഒരു വിഭാഗത്തിന്റെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ പുരോഗമനപരമായ കാഴ്ചപ്പാടാണോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ശരിക്കും നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ പ്രവാചകന്മാരുടെ കാലശേഷം സമൂഹം ആ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളിൽ നിന്ന് അകലുമ്പോഴൊക്കെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് ഉള്ള സ്ഥാനമാനങ്ങൾ, അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടുകയും അവരെ പുറംപോക്കിലേക്ക് തള്ളുന്ന അല്ലെങ്കിൽ അവഗണിക്കുന്ന അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ കാലഘട്ടങ്ങളിലും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന് തൊട്ടു മുമ്പേ ഉള്ള സമൂഹം സ്ത്രീകൾക്ക് ആത്മാവുണ്ടോ ഇല്ല എന്ന ചർച്ചയിലായിരുന്നു. അവർ മനുഷ്യരുടെ ഭാഗം തന്നെയാണോ, ആത്മാവുണ്ടോ ഇല്ല എന്നൊക്കെ ചർച്ചയിലായിരുന്നു അവര്. അത്രത്തോളം ജനിക്കാനും ജീവിക്കാനും പോലും അവകാശം നിഷേധിക്കപ്പെട്ടിരുന്ന ഒരവസ്ഥയിലായിരുന്നു റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന സമയത്ത് സ്ത്രീകളുടെ അവസ്ഥ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാ കാലഘട്ടങ്ങളിലും പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളിൽ നിന്ന് സമൂഹം എപ്പോഴൊക്കെ പിറകോട്ട് പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ സ്ത്രീകളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുകയും അവര് പുറന്തള്ളപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ആരാധനാ കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ, പള്ളിയിലേക്ക് അനുവാദമുണ്ടോ? അതിൽ ഒരു വിഭാഗം, ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ഒരു വിഭാഗം
വിഭാഗം പള്ളി അനുവദനീയാണെന്ന് പറയുന്നു, വേറൊരു വിഭാഗം അനുവദനീയ അല്ല എന്ന് പറയുന്നു. അപ്പൊ ഈ അനുവദനീയാണ് എന്ന് പറയുന്ന ആളുകൾ അവരുടെ ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ച് പുരോഗമനം എന്ന് പറയുന്നത് സ്ത്രീകളെ കൂടി പരിഗണിക്കലാണ്, അതുകൊണ്ട് സ്ത്രീകളെ പള്ളിയിൽ കയറ്റിയതാണോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവും. യഥാർത്ഥത്തില് അറബി ഭാഷ അറിയുന്ന ഇസ്ലാമിക പ്രമാണങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരാൾക്ക് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകൽ അനുവദനീയമാണോ അല്ലേ എന്ന കാര്യത്തിൽ തർക്കം ഉണ്ടാവില്ല. അത്രക്ക് വ്യക്തമാണ്. അറബി ഭാഷ അറിയുന്ന ഒരാൾ തർക്കിക്കൂല സ്ത്രീകൾക്ക് പള്ളി അനുവദനീയമാണെന്ന കാര്യത്തിൽ. ഖുർആനില്, ഹദീസ് ഗ്രന്ഥങ്ങളില്, ലോകത്ത് എഴുതപ്പെട്ട ഫിഖ് ഗ്രന്ഥങ്ങളിൽ മുഴുവൻ സ്ത്രീകൾ പള്ളിയിലുണ്ട്. സ്ത്രീകൾ പള്ളിയിലില്ലാത്ത ഒരു ഗ്രന്ഥമില്ല, ഒരു ഫിഖ് ഗ്രന്ഥമല്ല, ഒരു ഹദീസ് ഗ്രന്ഥമല്ല. ഖുർആനിലാണെങ്കിൽ ആകെപ്പാടെ ഒരു സ്ത്രീയുടെ പേരാ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്കൊക്കെ അറിയാം, മറിയം റളിയല്ലാഹു അൻഹ. അവരുടെ ഉമ്മ ദീർഘകാലം അവർക്ക് കുട്ടിയില്ലാതിരുന്നു. അവസാനം അവര് ഗർഭം ധരിച്ചു. സൂറത്ത് ആലി ഇമ്രാനിൽ ആ കാര്യം പറയുന്നുണ്ട്. വഇദ് ഖാലത് ഇംറഅതു ഇമ്രാന റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ. വഇദ് ഖാലത് ഇംറഅതു ഇമ്രാൻ എന്നായിരുന്നു മറിയം ബീവിയുടെ പിതാവിന്റെ പേര്. ആ ഇമ്രാന്റെ ഭാര്യ നേർച്ചയാക്കി, കുറെ കാലം കുട്ടിയില്ലാതിരുന്നപ്പോ ഒരു ഗർഭിണി ആയപ്പോ നേർച്ചയാക്കിയത്, എന്റെ വയറ്റിലുള്ള കുട്ടിയെ ഞാൻ പള്ളി റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ. പടച്ചവനെ, എന്റെ വയറ്റിലുള്ള ഈ കുട്ടിയെ ഞാൻ നിന്റെ മാർഗത്തിൽ പള്ളി പരിപാലനത്തിന് വേണ്ടി നേർച്ചയാക്കുന്നു എന്നാ. ഫലമ്മാ വളഅത്ഹ ഖാലത്ത് റബ്ബി ഇന്നി വളഅതുഹ ഉൻസാ. അങ്ങനെ പ്രസവിച്ചു നോക്കുമ്പോ പെൺകുട്ടിയാണ് പ്രസവിച്ചത്. നേർച്ച നിറവേറണം. ഹറാമായൊരു കാര്യം ചെയ്യാൻ പറ്റുമോ? ഹറാമല്ല. അതുകൊണ്ട് അവരെ വളർന്നു വലുതായപ്പം കുട്ടിയെ പള്ളി പരിപാലിക്കാൻ വേണ്ടി ഏർപ്പാടാക്കി. ബൈത്തുൽ മുഖദ്ദസ്, 3 ശ്രേഷ്ഠമായ പള്ളികളിൽ ഒരു മൂന്നാമത്തെ പള്ളിയാണല്ലോ ബൈത്തുൽ മുഖദ്ദസ്. ആ പള്ളി പരിപാലിക്കാൻ വേണ്ടി പള്ളിയുടെ ഒരു സൈഡില് വീട് വെച്ച് ഷെഡ് ഉണ്ടാക്കി ആ പള്ളിയുടെ പരിപാലനം, ശുചീകരണം, കാര്യങ്ങളൊക്കെ മറിയം ബീവി ആണ് നിർവഹിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ യാ മറിയം ഉഖ്നുതി ലിറബ്ബികി വസ്ജുദി വർകഇ മഅർ റാകിഈൻ. അല്ലയോ മറിയം, ഉഖ്നുതി ലിറബ്ബികി, നിന്റെ റബ്ബിനോട് നീ താഴ്മ കാണിക്കുക, വസ്ജുദി, നീ സുജൂദ് ചെയ്യുക, വർകഇ, നീ റുകൂ ചെയ്യുക, മഅർ റാകിഈൻ, റുകൂ ചെയ്യുന്നവരോടൊപ്പം, പള്ളിയിൽ നമസ്കരിക്കുന്നവരോടൊപ്പം നീ റുകൂവും ചെയ്ത് സുജൂദും ചെയ്തുകൊണ്ട് നിസ്കരിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ജുമാക്ക് വരാൻ വേണ്ടി പറഞ്ഞപ്പോ യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ പള്ളിയിലേക്ക് വിളിക്കപ്പെട്ടാൽ നിങ്ങൾ ദൈവസ്മരണയിലേക്ക് മടങ്ങുക എന്ന പ്രയോഗം അവിടെ ഖുർആനിൽ നോമ്പ് നിർബന്ധമാക്കിയപ്പോ യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചു, കുത്തിബ അലൈക്കും സിയാം എന്ന് വിളിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളും ഖുർആനിൽ ഏതാണ്ട് 80ഓളം സ്ഥലങ്ങളിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെയും സ്ത്രീകൾക്കും നിർബന്ധമാണ്. സ്ത്രീകൾക്ക് ചില പ്രത്യേകമായ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നിർബന്ധമല്ല എന്ന് പഠിപ്പിച്ചു എന്നതല്ലാതെ സ്ത്രീകൾക്ക് പള്ളി ഹറാമാണ് എന്ന ഒരു അഭിപ്രായം ലോകത്ത് ഇന്നേ വരെ അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. ഇസ്ലാമിക ലോകത്ത് സ്ത്രീകൾക്ക് പള്ളി ഹറാമാണോ ഹലാലാണോ അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. ഒരു കാലത്തും സ്ത്രീകൾക്ക് പള്ളി ഹറാമാണെന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിട്ടില്ല, കേരളത്തിലെ ചില പണ്ഡിതന്മാരല്ലാതെ. കേരളത്തിലെ 2 പണ്ഡിതന്മാർ മാത്രമാണ് ലോകത്ത് ആദ്യമായിട്ട് സ്ത്രീകൾക്ക് പള്ളി ഹറാമാണെന്ന് പറഞ്ഞു. അവരുടെ പേര് നമ്മൾ പറയുന്നില്ല. ഒരാൾ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട്, ഒരാൾ മരണപ്പെട്ടു പോയി. അതിനു മുമ്പ് ഇസ്ലാമിക ലോകത്ത് അങ്ങനെ ഒരു ചർച്ച തന്നെയല്ല. ഇസ്ലാമിക ലോകത്ത് ആകെയുള്ള ചർച്ച എന്താണെന്നറിയോ? അവർക്ക് വീടാണോ ഉത്തമം അല്ല പള്ളിയാണോ ഉത്തമം, അങ്ങനെ ഒരു ചർച്ച പണ്ഡിതന്മാർക്കിടയിലുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. അപ്പൊ ഏതായിരുന്നാലും ഹറാമാണ് എന്നൊരു അഭിപ്രായം ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച, ഹറാമാണോ ഹലാലാണോ എന്നൊരു ചർച്ച തന്നെ ഇല്ല. ഹലാലാണെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന്. അപ്പൊ ഖുർആനിൽ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളില് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദസ്തഅദനത അഹദകും ഇംറഅതുഹു ഇലൽ മസ്ജിദി ഫലാ യംനഉഹാ. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാ. നിങ്ങളോട് ആരെങ്കിലും പള്ളിയിലേക്ക് സ്ത്രീകൾ അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അവരെ തടയാൻ പാടില്ല എന്ന്.
അപ്പൊ അത് പറയുമ്പോൾ ഉസ്താദുമാര് പറയും അത് മന്ത്രിക്കാൻ പോകുന്നതിനെ തടയാൻ പാടില്ല എന്നാ, ഫത്വ ചോദിക്കുന്നതിനെ പറ്റി തടയാൻ പാടില്ല എന്നല്ല. വളരെ കൃത്യമായിട്ട് അങ്ങനെ പള്ളിയിലും റസൂൽ തിരുമേനി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളായ സ്ത്രീകളെ നിങ്ങൾ പള്ളിയെ തൊട്ട് തടയരുത്. അൻ യുസല്ലീന ഫിൽ മസ്ജിദി, പള്ളിയിൽ നിന്ന് നമസ്കരിക്കുന്നതിൽ നിന്ന് തടയരുത്. മറ്റൊരു ഹദീസിൽ ലാ തംനഉ നിസാഅ ഹുദൂദഹുന്ന മിനൽ മസാജിദി, സ്ത്രീകളെ നിങ്ങൾ പള്ളിയിൽ നിന്നുള്ള പുണ്യത്തിന്റെ ഓഹരി തടയരുത്. ഒരു സ്ത്രീ പള്ളിയിൽ പോകാൻ താല്പര്യം കാണിച്ചാൽ അതിന്റെ പുണ്യത്തിന്റെ ഓഹരി അവർക്ക് തടയരുത്. നിർബന്ധമല്ല, പുരുഷന്മാരെ പോലെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. നിങ്ങൾ പള്ളിയിൽ പുരുഷന്മാർക്ക് ഇപ്പൊ ഇഖാമത്ത് കൊടുത്താൽ അവർ വീട്ടിലുണ്ടെങ്കിൽ പള്ളിയിൽ നിന്നല്ലാതെ നമസ്കാരം ഇല്ല എന്ന് വരെ റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണാം. പള്ളിയുടെ പരിസരത്തുള്ള ആളുകൾക്ക് പള്ളിയിൽ നിന്നല്ലാതെ നിസ്കാരം ഇല്ല എന്ന് വരെ കാണാം. പക്ഷെ പുരുഷന്മാരെ അത്രത്തോളം നിർബന്ധിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തപ്പോൾ സ്ത്രീകളെ അത്രത്തോളം നിർബന്ധിച്ചില്ല, പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അവർക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും. അവരുടെ സാഹചര്യങ്ങളും കുടുംബ പരിപാലനവും മക്കളെ പരിപാലിക്കലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പുരുഷന്മാരെ പോലെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നതല്ലാതെ ഏതെങ്കിലും സ്ത്രീ ജുമാക്ക് ഖുത്ബ കേൾക്കാനും ദീനിനെ കുറിച്ച് മനസ്സിലാക്കാനും അതുപോലെ തന്നെ പള്ളിയിലെ ജമാഅത്തിന്റെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ പങ്കെടുക്കട്ടെ എന്ന് തീരുമാനിച്ചാൽ അതൊരിക്കലും തടയാൻ പാടില്ല എന്നാണ് വളരെ കൃത്യമായിട്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇനി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തില് സഹാബത്തിന് വസ്ത്രത്തിനൊക്കെ ദാരിദ്ര്യം ലഭ്യമല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. വസ്ത്രം ലഭ്യമല്ലാത്തൊരവസ്ഥ, വേണ്ടത്ര വസ്ത്രമില്ലാത്തൊരവസ്ഥ. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, കാന റിജാലുൻ യുസല്ലൂന മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചക തിരുമേനിയോടൊപ്പം ആളുകൾ നിസ്കരിച്ചിരുന്നു. ആഖിദി ഉസ്രിഹിം അലാ അഅനാഖിഹിം കഹയഅത്തി സുബിയാൻ, കുട്ടികളെ പോലെ ഒരു ഉടുമുണ്ട് മാത്രമേ അവർക്കുള്ളൂ. ആ ഉടുമുണ്ട് ചുമല് മറക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. അപ്പൊ ആ ഉടുമുണ്ട് രണ്ട് ഭാഗത്തേക്കാക്കിക്കൊണ്ട് കെട്ടിക്കൊണ്ട് കുട്ടികളെ പോലെ അവർ നിസ്കരിച്ചിരുന്നു. എന്നിട്ടോ വഖാലലിന്നിസായി, അപ്പൊ സ്ത്രീകളോട് റസൂലുള്ള പറയാണ് അത്തരം സന്ദർഭങ്ങളിൽ ലാ തർഫഅന റൂസകുന്ന, നിങ്ങൾ തല ഉയർത്തരുത് സുജൂദിൽ നിന്ന്, ഹത്താ യസ്തവിയ റിജാലു ജുലൂസൻ, പുരുഷന്മാര് സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് നിവർന്ന് അവിടെ ഇരുന്നിട്ടല്ലാതെ നിങ്ങൾ സുജൂദിൽ നിന്ന് തല ഉയർത്തരുത്. നോക്ക്, വസ്ത്രത്തിന് ലഭ്യത കുറഞ്ഞ ഒരു ഘട്ടത്തിൽ പോലും സഹാബത്ത് ഇങ്ങനെ ഒരു വസ്ത്രം കൊണ്ട് പെരടിയിലേക്ക് ബന്ധിച്ചുകൊണ്ട് നിസ്കരിക്കുമ്പോഴും സ്ത്രീകളോട് നിങ്ങൾ പള്ളിയിലേക്ക് വരണ്ടപ്പോ എന്ന് പറയല്ല ചെയ്യുന്നത്. സ്ത്രീകളോട് പറയുന്നത്, സ്ത്രീകളെ സൊഫിന്റെ കാര്യം കൃത്യമായിട്ട് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളുടെ സൊഫിന്റെ കാര്യം ഇമാമിന് പിന്നില് പുരുഷന്മാര്, അവര് പിന്നില് കുട്ടികൾ, അവര് പിന്നെ സ്ത്രീകൾ, ഇങ്ങനെയാണ് എല്ലാ ഫിഖ് ഗ്രന്ഥങ്ങളിലും ഉള്ളത്, എല്ലാ ഫിഖ് ഗ്രന്ഥങ്ങളിലും ഉള്ളത് അങ്ങനെ. എന്നിട്ട് ഇവിടെ പുരുഷന്മാർക്ക് വസ്ത്രം വേണ്ട, ഈ തൊടയുടെ ഭാഗം പ്രകടമായി പോകുമോ പിന്നിൽ നിന്ന് എന്ന്, കാലിന്റെ ഭാഗം കാണുമോ എന്ന് ഭയപ്പെട്ടിട്ട് റസൂലുള്ള പറയാണ്, നിങ്ങൾ പുരുഷന്മാര് തല ഉയർത്തി സുജൂദിലേക്ക് നിന്ന് അവിടെ ഇരുന്ന ശേഷമല്ലാതെ നിങ്ങൾ സുജൂദിൽ തല ഉയർത്തത്. അത്ര പോലും പ്രയാസപ്പെടുന്ന ഘട്ടത്തിൽ പോലും നിങ്ങൾ പള്ളിയിലേക്ക് വരരുതെന്ന് റസൂലുള്ള പറഞ്ഞില്ല സ്ത്രീകളോട്. എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഹദീസ് ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാം, മൻ അത്തൽ ജുമഅത മിനൽ റിജാലി വൻ നിസാഇ ഫൽയഗ്തസിൽ, സ്ത്രീകളിൽ നിന്നോ പുരുഷന്മാരിൽ നിന്നോ പള്ളിയിലേക്ക് ജുമാക്ക് വരുന്നവർ കുളിച്ചു കൊള്ളട്ടെ. അപ്പൊ കുളിച്ചിട്ട് വരിക ജുമാക്ക് എന്നത് സുന്നത്താണ്. അപ്പൊ സ്ത്രീകൾ വരികയാണെങ്കിലും പുരുഷന്മാർ വരികയാണെങ്കിലും കുളിച്ചിട്ട് വരട്ടെ എന്ന് ഹദീസിന് അധ്യായം കൊടുക്കാറ്. അതാ ഞാൻ പറഞ്ഞ, ഇസ്ലാമിക ലോകത്ത് കേരളത്തിലല്ലാതെ ലോകത്ത് ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് പള്ളി ഹറാമാണോ അല്ലേ എന്നൊരു ചർച്ച ഉണ്ടായിട്ടില്ല. ഫിത്ന ഉണ്ടെങ്കിൽ ഹറാമാവുന്ന പണ്ഡിതന്മാർ പറഞ്ഞു. ഫിത്ന ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഹറാമാണ്. ഇവിടെ ഇപ്പൊ നാട്ടിലൊരു കലാപം ഉണ്ടായിട്ട് പുരുഷന്മാർ ആരും പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങാൻ പുരുഷനും പാടില്ല. അപ്പൊ സ്ത്രീകളുടെ വിഷയത്തില് അങ്ങനെ ഫിത്ന ഉണ്ടാവുകയാണെങ്കിൽ, കുഴപ്പമുണ്ടാവുകയാണെങ്കിൽ തടയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഒരു നിലക്കും ഹറാമാണ് എന്നൊരു അഭിപ്രായം ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ എല്ലാ ജമാഅത്തുകളിലും പങ്കെടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഏതുവരെ എന്ന് ചോദിച്ചാല് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, കുന്ന നിസാഉൽ മുഅ്മിനാത്തി യശ്ഹദുന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
മുഅ്മിനാത്തുകളായ സ്ത്രീകൾ, നിസാഉൽ മുഅ്മിനാത്ത് പറഞ്ഞാൽ ഫാദിലാത്ത് എന്നൊക്കെ കാണാം, സ്ത്രീകളെ ശ്രേഷ്ഠയായ വനിതകൾ എന്നൊക്കെ വിശദീകരണം കൊടുത്തേ കാണാം മുഫസ്സിറുകൾ. സ്ത്രീകൾ നിസാഉൽ മുഅ്മിനാത്ത് വിശ്വാസിനികളായ സ്ത്രീകൾ യശ്ഹദന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പങ്കെടുത്തിരുന്നു. സലാത്തൽ ഫജ്രി, സുബഹി നമസ്കാരത്തിന്, മുത്തലഫ്ഫയാത്തിൻ ബിമുറൂത്തിഹിൻ, അവിടെ മൂട് വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട്, ചുറ്റിപ്പൊതിയുന്ന വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട്, സുമ്മ യൻഖലിബിന ഇലാ ബുയൂത്തിഹിന്ന, പിന്നീട് അവർ സുബഹി നിസ്കാരം കഴിഞ്ഞ് വീടുകളിലേക്ക് പിരിഞ്ഞു പോയി. ഹീന യഖ്ദീന സലാ ലാ യഅരിഫുന്ന അഹദും മിനൽ ഗലസി, രാത്രിയുടെ അന്ത്യസമയത്തെ, ആ പ്രഭാത സമയത്തെ ഇരുട്ട് കാരണം അവരെ തിരിച്ചറിഞ്ഞിരുന്നില്ല എന്ന്. മോമർക്കൽ നിർബന്ധമല്ല എന്ന് അതിന് കിട്ടി. മോമർക്കൽ നിർബന്ധം ഉണ്ടെങ്കിൽ മോമർച്ചുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല എന്നല്ലേ പറയാ. മുഖം മറക്കൽ നിർബന്ധമല്ല ഇസ്ലാമില്, അത് വേണമെങ്കിൽ മറക്കാന്ന് മാത്രമേ ഉള്ളൂ. ഒരു സ്ത്രീക്ക് സുരക്ഷിതത്വമാണെന്ന് തോന്നണേ മറക്കുക. ഇവിടെ രാത്രിയുടെ ഇരുട്ട് കാരണം, അന്ത്യയാമത്തിലെ ഇരുട്ട് കാരണം അവരെ തിരിച്ചറിഞ്ഞിരുന്നില്ല. സുബഹി നിസ്കാരം കഴിഞ്ഞ് അവർ പിരിഞ്ഞു പോകുമ്പോൾ, ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്നിട്ട് അതിന് ആ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ പണ്ഡിതൻ ഫതുഹുൽ ബാരി ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി 1, 2, 3 നൂറ്റാണ്ടിലൊന്നും ജീവിച്ച ആളല്ല, 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പണ്ഡിതനാണ്. ഫതുഹുൽ ബാരിയെ ബുഖാരിക്ക് ഷറഹ് ചെയ്ത്, എന്നിട്ട് അദ്ദേഹം ആ ഷറഹിൽ പറയാണ്, വഫിൽ ഹദീസി, ഈ ഹദീസിലുണ്ട്, ഇസ്തിഹ്ബാബുൽ മുബാദറത്തി ബി സ്വലാത്തി സുബ്ഹി, സുബഹി നിസ്കാരത്തിന് നേരത്തെ നിർവഹിക്കണം എന്ന്, ഫി അവ്വലിൽ വഖ്തി, ആ സുബഹി നിസ്കാരത്തിന്റെ അതിൽ ആദ്യത്തെ വക്തിൽ തന്നെ നിസ്കരിക്കൽ സുന്നത്താണ് എന്ന് ഈ ഹദീസിൽ തെളിവുണ്ട്. വ ജവാസു ഖുറൂജിൻ നിസാഇ ഇലൽ മസാജിദ്, ജവാസ് അനുവദനീയമാണ് എന്നതിന്, ഖുറൂജുൻ നിസായി, സ്ത്രീകൾക്ക് പുറപ്പെട്ടു പോവൽ, ഇലൽ മസാജിദി, പള്ളിയിലേക്ക്, ലി ശുഹൂദി സ്വലാത്തി ഫില്ലയിൽ, രാത്രിയിലെ ഇരുട്ടിൽ പോലും സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പുറപ്പെട്ടു പോലെ അനുവദനീയാണെന്ന് ഇതിൽ തെളിവുണ്ട് ഈ ഹദീസിൽ. ഇവിടെ സമസ്തയിലെ പണ്ഡിതന്മാരെന്താ പറയാറുള്ളതെന്ന് അറിയാം. സ്ത്രീകൾക്ക്, യാത്രക്കാരികൾക്ക് കുടുങ്ങുമ്പോ ജമാഅത്തൊക്കെ നഷ്ടപ്പെടുന്നു വിചാരിച്ചിട്ട് ഒന്ന് പള്ളിയിൽ കയറി നിസ്കരിക്കേണ്ടി വന്നാൽ നിസ്കരിക്കുക. അതിനൊരു പള്ളിന്റെ സൈഡിൽ ഒരു ആടും കൂടും യാത്രക്കാരികൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം പറഞ്ഞൊന്നുണ്ടാക്കും. അങ്ങനെ കുടുങ്ങുമ്പോ കയറി നിസ്കരിക്കാനേ പാടുള്ളൂ, അല്ലാതെ പള്ളിയിലേക്കായിട്ട് പുറപ്പെട്ടു പോകാൻ പാടില്ല എന്നൊക്കെ, ഇപ്പോഴത്തെ ആ പള്ളിയിലേക്ക് നിയ്യത്ത് വെച്ചോട്ട് പുറപ്പെട്ടു പോകാൻ പാടില്ല എന്നൊക്കെ പുതിയ ഫത്വ. വളരെ കൃത്യമായിട്ട് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി പറയാണ്, ജവാസു ഖുറൂജിൻ നിസാഇ ഇലൽ മസാജിദ്, സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പുറപ്പെട്ടു പോവാം എന്നതിൽ ഈ പുറപ്പെട്ടു പോവാതെ എങ്ങനെയാ പള്ളിയിലെത്ത സ്ത്രീകള്? ഈ സുബഹിക്കൊക്കെ യാത്ര ഉണ്ടാവില്ലല്ലോ. ഈ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് റസൂലിന്റെ കൂടെ ജീവിച്ച സഹാബി വനിതകളെ കുറിച്ചാണ് ഈ പറയുന്നത്. അവർ പള്ളിയിലേക്ക് പുറപ്പെട്ടു പോയതാ, അല്ലാതെ യാത്ര പോകുമ്പോ കുടുങ്ങിയിട്ട് കയറി നിസ്കരിച്ചതല്ല. അങ്ങനെ ചെയ്യുമ്പോ പിന്നെ റസൂലിന്റെ ഭാര്യമാര് ചെയ്തിരുന്നോ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ചെയ്തിരുന്നോ, ആയിഷ ബീവി ചെയ്തിരുന്നോ എന്നൊക്കെ ചോദ്യം. ഒരു കാര്യം ഇസ്ലാമിൽ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടാല്, ആ പ്രവാചകന്റെ ഭാര്യമാർ ആയിഷ ബീവി ചെയ്തിരുന്നു, അതുപോലെ തന്നെ മറ്റു ഭാര്യമാര് ചെയ്തിരുന്നു, ഒന്നും തെളിവ് ആവശ്യമില്ല ഇസ്ലാമില്. ഇനി അങ്ങനെ തെളിവ് വേണമെങ്കിൽ അതുണ്ട്, പക്ഷെ ഒരു കാര്യത്തിന് ആവശ്യമില്ല. അപ്പൊ നമ്മള് 5 വക്ത് നിസ്കാരം പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട ഒരാള് ചോദിക്കാണ്, ആയിഷ ബീവി അസർ നിസ്കരിച്ചതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചാല് അതിന് ചിലപ്പോൾ തെളിവ് കിട്ടിക്കൊള്ളണമെന്നില്ല, അങ്ങനെ തെളിവുണ്ടായിക്കൊള്ളണമെന്നില്ല. ആയിഷ ബീവി അസർ നിസ്കരിച്ചിരുന്നു, സൈനബ ബീവി ലോർ നിസ്കരിച്ചിരുന്നു, തെളിവുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ തെളിവുണ്ടാവില്ല. അപ്പൊ ഏതായിരുന്നാലും ഇതിന് തെളിവുണ്ട്. ഇനി പ്രവാചക തിരുമേനിയുടെ ഭാര്യമാര് പോയിരുന്നു തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനും തെളിവുണ്ട്. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മസ്ജിദ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ പ്രവേശിച്ചു. ഫറഅ ഹബലൻ മംദൂദൻ ബൈന സാരിയത്തൈനി, മദീന പള്ളിയുടെ 2 തൂണുകൾക്കിടയിൽ ബന്ധിച്ച ഒരു കയറ് കണ്ടു. ഫഖാല, റസൂൽ ചോദിച്ചു, മാ ഹാദൽ ഹബൽ, ഇതെന്താ കയറ് എന്ന് ചോദിച്ചു. അപ്പൊ സഹാബികൾ പറഞ്ഞു, ഹാദാ ഹബലുൻ ലി സൈനബ്, അത് സൈനബ ബീവി റളിയല്ലാഹു അൻഹ കെട്ടിയ കയറാണ്. വൈദാ ഫത്തറത്ത് തറക്കത്ത് ബിഹി, ഖിയാമുൽ ലൈൽ, ദീർഘമായി നിന്ന് നിസ്കരിച്ചിട്ട് ക്ഷീണിക്കുമ്പോ ഈ കയറുമ പിടിച്ചു നിൽക്കും അവരെന്ന്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങള് നല്ല ഉന്മേഷമുള്ളപ്പോ നിസ്കരിച്ചാൽ മതി, ക്ഷീണിച്ച അവശയായി നിൽക്കുമ്പോ നിങ്ങൾ നിസ്കാരം ക്ഷീണമൊക്കെ മാറ്റി നിസ്കരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് റസൂലുള്ളാഹി അവരെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അപ്പൊ സൈനബ ബീബി റളിയല്ലാഹു അൻഹ മദീന പള്ളിയിൽ അവർക്ക് ക്ഷീണിക്കുമ്പോ പിടിച്ചു നിൽക്കാൻ ഒരു കയറ് ബന്ധിച്ചു. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും പോയിരുന്നു എന്ന് നമുക്ക് അതിൽ മനസ്സിലാകും. മാത്രമല്ല, വളരെ കൃത്യമായിട്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്,
കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തകിഫുൽ അശ്റൽ അവാഖിറ മിൻ റമളാൻ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിന്റെ അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരുന്നിരുന്നു. ഹത്താ തവഫാഹുല്ലാഹ്, റസൂലുള്ളാഹ് വഫാത്താകുന്നത് വരെ. സുമ്മ ഇഅ്തകഫ അസ്വാജുഹു മിൻ ബഅദി, പിന്നീട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം പ്രവാചകന്മാരുടെ തിരുമേനിയുടെ പത്നിമാർ ഇഅ്തികാഫ് ഇരുന്നിരുന്നു. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ ഏതെങ്കിലും ഒരു കാലഘട്ടം ആദ്യം നമ്മൾ ഉദ്ധരിച്ച ഹദീസുകളൊക്കെ പറയുമ്പോൾ പണ്ഡിതന്മാർ പറയും അത് ഇസ്ലാമിന്റെ ആദ്യകാലത്തുള്ള മസേലയാണ്, പിൽക്കാലത്ത് അത് ഹറാമാക്കിയിട്ടുണ്ട്. പിൽക്കാലത്ത് ഹറാമാക്കിയിട്ട് പ്രവാചക തിരുമേനിയുടെ ഭാര്യമാര് ഇഅ്തികാഫിരിക്കുക പള്ളിയിൽ. അവർ പ്രവാചക തിരുമേനിയുടെ ഭാര്യമാര് പോയിരുന്നു എന്നതും 5 നേരത്തെ നിസ്കാരത്തിൽ സൗകര്യപ്പെടുന്ന സമയത്ത് അവർ പോയിരുന്നു എന്നതിനും ഒക്കെ പ്രമാണങ്ങൾ തെളിവുണ്ട്. റസൂലുള്ളാഹിന്റെ കാലവും കാലശേഷവും ഉമർ റളിയല്ലാഹു അൻഹു സുബഹിക്ക് കുത്തേൽക്കുന്ന സമയത്ത് ഭാര്യ ആതിഖ ബീവി പള്ളിയിലുണ്ട്. ഇങ്ങനെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ സംശയരഹിതമായി ഒരഭിപ്രായ വ്യത്യാസവുമില്ലാതെ സ്ഥിരപ്പെട്ട ഒരു വിഷയമാണ് സ്ത്രീകൾക്ക് പള്ളി അനുവദനീയാണെന്നുള്ള കാര്യം. പിന്നെ അവിടെ വീടാണോ ഉത്തമം അല്ല പള്ളിയാണോ ഉത്തമം എന്നൊരു അഭിപ്രായം ആ പൊതുവെ പണ്ഡിതന്മാർ സ്ത്രീകളെ എങ്ങനെ പുരുഷന്മാരെ പോലെ പ്രോത്സാഹിപ്പിച്ച് പറഞ്ഞയക്കേണ്ടതില്ല. എന്നാൽ ഒരു സ്ത്രീ ഒരു പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് വന്നാൽ അത് തടയേണ്ടതുമില്ല. അവർക്ക് പള്ളിയിൽ നിന്നുള്ള ഓഹരി പുരുഷന്മാർക്ക് ലഭിക്കുന്നത് പോലെ തന്നെ ലഭിക്കുന്ന ഈ സഹാബി വനിതകളുടെ പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോ ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, അള്ളാഹുവിന്റെ അടിയാത്തുകളെ നിങ്ങൾ അടിമകളായ സ്ത്രീകളെ നിങ്ങൾ പള്ളിയെ തൊട്ട് തടയരുത്. ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസ് അങ്ങനെയാണ്. എന്നാൽ താഴെ ഭാഗത്ത് ഇമാം അഹ്മദിന്റെ റിപ്പോർട്ടില് ഖൈറുൽ ലഹുന്ന അങ്ങനെ ഒരു റിപ്പോർട്ടുണ്ട്, വീടാണ് ഉത്തമം, എന്നാൽ അവർക്ക് വീടാണ് ഉത്തമം എന്ന്. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസില് ആ വീടാണ് ഉത്തമം എന്നില്ല. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ളത്. ആ പണ്ഡിതന്മാർ എന്താ പറഞ്ഞത് വെച്ചാല് പൊതുവെ സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ അങ്ങാടിയിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കുന്നതിനേക്കാൾ നല്ലത് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുകയും എന്നാൽ അത്യാവശ്യത്തിന് വേണ്ടി വീട് വിട്ടു പോവുകയും ചെയ്യാം എന്നതാണ് ആ ഹദീസിൽ നിന്ന് മനസ്സിലാക്കിയത്. കാരണം സഹാബി വനിതകളൊക്കെ പള്ളിയിലേക്ക് പോവുകയാണ്, സുബഹിക്ക് വരെ പോവുകയാണ്. അപ്പം സ്ത്രീകൾക്ക് പൊതുവെ പുരുഷന്മാരെ പോലെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നതല്ലാതെ പള്ളിയുടെ അടുത്തുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് സുബഹിക്ക് വരെ പള്ളിയിൽ വരാവുന്നതാണ്, അവർ പുണ്യം പ്രതീക്ഷിച്ച് തന്നെ വരാവുന്നതാണ്. എന്നാൽ പുരുഷന്മാരെ പോലെ അവർക്ക് നിർബന്ധമില്ല. ഇതാണ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അവർ പങ്കെടുത്താലോ അവർക്ക് അതിന് പുണ്യം ലഭിക്കുകയും ചെയ്യും. പിന്നെ ഇപ്പൊ നമ്മളെ കേരളത്തില് സമസ്തക്കാരാണല്ലോ, സമസ്തക്കാർ ഖുർആനിനും ഹദീസിനും പ്രാധാന്യം നൽകുന്നതിനേക്കാൾ അവർ പ്രമാണമായിട്ട് അംഗീകരിക്കുക ഫിഖ്ഹിന്റെ ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥത്തിനാണ്. അങ്ങനെ അവര് പള്ളി ദർസിൽ പഠിക്കുന്ന താഴെ ക്ലാസ്സിൽ പഠിക്കുന്ന മത്നുൽ ആയ പത്തീതാബ് മുതല് മുതിർന്ന ക്ലാസ്സിൽ പഠിക്കുന്ന തുഹ്ഫ അൽ-ഉമ്മ് വരെയുള്ള സകല ഫിഖ് കിതാബിലും സ്ത്രീകൾ പള്ളിയിലുണ്ട്. പത്തിത്താബില് പിന്നെ വയൻസരിഫുൽ ഇമാമു മുസല്ലാഹു അഖിബ സ്വലാമിഹി ഇല്ലം യകുൻ ഖൽഫഹു നിസാഉൻ. പത്തിത്താബിലെ നൂറുൽ അബ്സാറിൽ കാണാം. വയൻസരിഫുൽ ഇമാമു മുസല്ലാഹു, ഇമാം ആ നിസ്കരിക്കുന്ന സ്ഥലം സലാം വീട്ടിയാൽ ആ നിസ്കരിക്കുന്ന സ്ഥലത്ത് നിന്ന് വിട്ടുപിരിയണം. അഖിബ സലാമി, സലാം വീട്ടിയ ഉടനെ ഇല്ലം യകുൻ ഖൽഫഹു നിസാഉൻ, പിന്നിൽ സ്ത്രീകളില്ലെങ്കിൽ. ആ പത്തിത്താബിലെ ആ ഉദ്ധരണിന്ന് 2 കാര്യം നമുക്ക് മനസ്സിലാവും. ഒന്ന്, കൂട്ടുപ്രാർത്ഥനയുടെ ഒരു സംഭവമല്ല. ഇമാം സലാം വീട്ടി കഴിഞ്ഞാൽ പിന്നിൽ സ്ത്രീകളില്ലെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് മാറിയിരിക്കണം എന്നാ പത്തീതാബിൽ നൂറുൽ അബ്സാറിൽ പറയുന്നത്. ഒന്ന് കൂട്ടുപ്രാർത്ഥന അല്ലാന്നും കിട്ടി, അതിൽ നിന്ന് സ്ത്രീകൾ പള്ളിയിൽ അനുവദനീയാണെന്നും കിട്ടി. ഇതുപോലെ തന്നെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ-ഉമ്മിൽ നമുക്ക് കാണാൻ സാധിക്കും, വലാ ഉഹിബ്ബു ലിവാഹിദിൻ മിമ്മൻ ലഹു തർക്കുൽ ജുമുഅത്തി മിനൽ അഹ്റാരി ലിൽ ഉദ്രി വലാ മിനൻ നിസായി വഗൈറിൽ ബാലിഈന വൽ അബീദി. ജുമുഅ ഒഴിവാക്കൽ അനുവദനീയം അല്ലെങ്കിൽ ജുമുഅ നിർബന്ധമില്ലാത്ത കാരണമുള്ള രോഗം പോലുള്ള കാരണങ്ങളുള്ള ആളുകള്, അതുപോലെ തന്നെ സ്ത്രീകള്, അതുപോലെ തന്നെ പ്രായപൂർത്തി എത്താത്തവര്, അടിമകള്, ഈ 4 വിഭാഗം ആളുകൾക്ക് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല.
സ്ത്രീകള് രോഗമോ മറ്റു തടസ്സമോ കാരണം ജുമാക്ക് പങ്കെടുക്കാൻ സാധിക്കാത്ത ആളുകള്, അതുപോലെ തന്നെ കുട്ടികള്, അടിമകൾ, ഈ 4 വിഭാഗത്തിന് ജുമാ നിർബന്ധമില്ല. ഇവർക്ക് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്ത് ഇഷ്ടപ്പെടുന്നില്ല? അവർ ലുഹർ നിസ്കരിക്കുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഹത്താ യൻസരിഫൽ ഇമാമു, ഇമാമ് ജുമാ കഴിഞ്ഞ് പിരിയുന്നത് വരെ. ഔ യതാഖ ഇൻസിറാഫു ബിഅൻ യഹ്താത ഹത്താ യറ അന്നഹു ഖദ് ഇൻസറഫ ലഅന്നഹു ലഅല്ലഹു യഖ്ദിറു അലാ ഇത്യാനിൽ ജുമാഅ. കാരണം ഇമാമ് പിരിയുന്നതിനിടക്ക്, ജുമാ കഴിയുന്നതിനിടക്ക് അവർക്ക് പ്രയാസം നീങ്ങിക്കൊണ്ട് അവർക്ക് ജുമാക്ക് പങ്കെടുക്കാൻ സാധിച്ചേക്കാം. അതുകൊണ്ട് സ്ത്രീകളും കുട്ടികളും അടിമകളും അതുപോലെ തന്നെ രോഗം കാരണമോ മറ്റോ യാത്ര കാരണമോ മറ്റോ ജുമാ നിർബന്ധമില്ലാത്ത ആളുകളും ഇമാമ് ജുമാ നിസ്കരിച്ച് പിരിയുന്നത് വരെ ലുഹർ നിസ്കരിക്കരുത്. കാരണം അവരുടെ പ്രയാസം നീങ്ങിക്കൊണ്ട് അവർക്ക് ജുമാക്ക് പങ്കെടുക്കാൻ സാധിച്ചേക്കാം. അൽ-ഉമ്മില് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഖുർആൻ കൊണ്ട് ഹദീസ് കൊണ്ട് ലോകത്ത് എഴുതപ്പെട്ട ഫിഖ് ഗ്രന്ഥങ്ങൾ സകല ഗ്രന്ഥങ്ങളിലും സ്ത്രീകൾ കൃത്യമായി പള്ളിയിലുണ്ട്. എവിടെയും ഹറാമാണെന്നൊരു ചർച്ച പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടില്ല, കേരളത്തിലുള്ള ചില പണ്ഡിതന്മാരല്ലാതെ. അതുകൊണ്ട് ദീനിനെ നമ്മൾ ശരിയായ പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുക. അള്ളാഹു ദീനിനെ ശരിയായി മനസ്സിലാക്കി ദീനനുസരിച്ച് ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ എനിക്കും നിങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അഷ്റഫുൽ മഖ്ലൂഖീന റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ആദരണീയരായ സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും പറയുമ്പോഴൊക്കെ നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണ്, വിധിവിലക്കുകൾക്ക് വിധേയരാണ്. അള്ളാഹുവിന് തൃപ്തിപ്പെട്ടതല്ലാത്തതൊന്നും ഞാൻ പറയില്ല, അള്ളാഹുവിന് തൃപ്തിപ്പെട്ടതല്ലാത്തതൊന്നും ഞാൻ ചെയ്യില്ല എന്ന് ബോധമുള്ളവരായിരിക്കണം. ജീവിതത്തിൻ്റെ ഏത് രംഗത്ത് ഇടപെടുമ്പോഴും നമ്മളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ മറന്നുകൊണ്ട് ഒരു പ്രവർത്തനം അതേത് രംഗത്തായിരുന്നാലും മുസ്ലിമായ എൻ്റെ അടുക്കൽ നിന്ന് ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പിക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം അള്ളാഹുവിൻ്റെ തൃപ്തിയും അവൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുമ്പോൾ അവൻ്റെ അടുക്കൽ നിന്ന് അവൻ ഒരുക്കി വെച്ച അവൻ്റെ തൃപ്തിയുടെ കാരുണ്യത്തിൻ്റെ ലോകത്ത് അവൻ എന്നെ പറഞ്ഞയക്കണം, റഹ്മത്തിന്റെ ലോകത്തേക്ക് അവൻ എന്നെ പറഞ്ഞയക്കണം. അവൻ എന്നെ അവന്റെ അദാബിന്റെ കോപത്തിന്റെ ഭാഗമായ അവന്റെ അദാബിലേക്ക് അവൻ എന്നെ പറഞ്ഞയക്കാൻ പാടില്ല. ഈ ഒരു ചിന്ത ആയിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ഇടപഴകുമ്പോൾ ഉണ്ടാവേണ്ടത്. ഇപ്പൊ ഇപ്പോ ഇലക്ഷൻ കഴിഞ്ഞു, അതിന്റെ റിസൾട്ട് വരുമ്പോൾ ആളുകൾ ആവേശത്തിലായിരിക്കും. ആ ആവേശത്തിൽ ദീനിന് നിരക്കാത്തതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. മറ്റുള്ളവരെ പരിഹസിക്കുക, തെറികൾ വിളിച്ചു പറയുക, ഏത് പേരിൽ അറിയപ്പെട്ടാലും മുസ്ലിമീങ്ങൾക്ക് പാടില്ലാത്തൊരു കാര്യമാണ്. നമുക്ക് അതിരുവിടാതെ നിലയ്ക്ക് സന്തോഷിക്കാം. ഖുർആൻ പ്രത്യേകം നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്കൊരു അനുഗ്രഹം ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിര് വിട്ട് സന്തോഷിക്കരുത്, നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിര് വിട്ട് ദുഃഖിക്കുകയും ചെയ്യരുത്. കാരണം എല്ലാം അള്ളാഹുവിന്റെ ഖള അനുസരിച്ചാണ്. ഇത് നമുക്ക് പലപ്പോഴും കേട്ട് നമ്മൾ മനസ്സിലാക്കിയ ആയത്താണ്. അപ്പൊ അതുകൊണ്ട് ഹൈറാണെങ്കിലും ഷെറാണെങ്കിലും രണ്ടും അള്ളാഹുവിന്റെ ഖള ആണ് എന്ന് കണക്കാക്കിക്കൊണ്ട് പരിധി വിട്ട് ദുഃഖിക്കാതെ പരിധി വിട്ട് സന്തോഷിക്കാതെ നിലക്കുള്ള ഒരു അവസ്ഥയായിരിക്കണം വിശ്വാസികൾക്ക് ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെടുമ്പോൾ ആ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വത്തോട് പരമാവധി കൂറ് പുലർത്താൻ ഓരോ വിശ്വാസിയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ഭരണസാരഥ്യം എന്നുള്ളതല്ല, ഏത് ഉത്തരവാദിത്തങ്ങളിലായാലും ഖുർആനും ഹദീസും പ്രത്യേകം റസൂൽ തിരുമേനി നമുക്ക് പഠിപ്പിച്ചെന്നതാണ്. കുല്ലുക്കും റായിൻ, നിങ്ങളൊക്കെ ഭരണകർത്താക്കളാണ്. ഇപ്പൊ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയത്തിഹി, നിങ്ങളുടെ ഭരണീയരെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. ഒരു കുടുംബത്തിന്റെ നേതൃത്വത്തിൽ കുടുംബത്തിന്റെ നാഥനാകുമ്പോൾ അവിടെ ഭാര്യയും കുട്ടികളെയും ഒക്കെ സ്നേഹപൂർവ്വം കാരുണ്യപൂർവ്വം നീതി പാലിച്ചുകൊണ്ട് അവരെ പരിപാലിച്ചിരുന്നോ, അവര് നല്ല നിലക്ക് ദീനിയായി വളർത്തിക്കൊണ്ടുവന്നിരുന്നു. ഇതൊക്കെ കാര്യങ്ങളൊക്കെ അള്ളാഹു നമ്മൾ വിചാരണ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ
നമ്മുടെ സാമൂഹ്യ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ നമ്മൾ ഉത്തരവാദിത്വത്തിൽ ഇടപെടുമ്പോൾ ഖുർആൻ പറഞ്ഞു വൗഫൂ ബിൽ ഉഖൂദ്, നിങ്ങൾ അള്ളാഹുമായി ഏറ്റെടുത്ത കരാറുകൾ നിങ്ങൾ പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 3 കാര്യങ്ങൾ മുനാഫിഖിന്റെ ലക്ഷണമാണ്. ഒന്ന്, കരാർ ചെയ്താൽ അത് ലംഘിക്കുക, വാഗ്ദത്തം പാലിക്കാതിരിക്കുക, അതുപോലെ തന്നെ വിശ്വസിച്ചാൽ ചതിക്കുക, തമ്മിൽ തെറ്റിയാൽ തെറി പറയുക. ഇതൊക്കെ മുനാഫിഖിന്റെ ലക്ഷണമായിട്ട് പറഞ്ഞിട്ടുള്ള. അപ്പൊ അവിടെ വിശ്വസിച്ചാൽ വഞ്ചിക്കുക എന്ന സ്വഭാവം നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. കരാറ് ചെയ്താൽ ലംഘിക്കുക എന്നൊരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ തെറി വിളിച്ചു പറയുക എന്നൊരു അവസ്ഥയും ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ മുനാഫിഖുകളുടെ സ്വഭാവമാണ്. അപ്പൊ ഇന്നത്തെ വിശ്വാസികളുടെ സമൂഹം എന്ന് പറയുന്നവർ അധികവും ഈമാൻ മനസ്സിലേക്ക് കയറാത്തവരും ഈ നിഫാഖ് വളരെ പ്രകടമാക്കി കാണിക്കുന്നവരുമാണ്, നമുക്കൊക്കെ അറിയാം. അതുപോലെ തന്നെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഏറ്റവും ഹൈറായിട്ടുള്ളത് ഒരു മനുഷ്യന്റെ മനസ്സിൽ സന്തോഷം നിറയ്ക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഹൈറായത്. ഇപ്പൊ ഒരാൾക്ക് നന്മ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ജാതിയും മതവും നോക്കാതെ, പാർട്ടിയും നോക്കാതെ അർഹരായ ആളുകളെ അർഹമായ നിലക്ക് സഹായിക്കുക, അതൊക്കെയും ഈ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത ആളുകളുടെ ബാധ്യതയാണ്. ഈ നിലക്ക് ജീവിതത്തിന്റെ എല്ലാ രംഗത്തും വളരെ കൃത്യമായ അള്ളാഹു എന്നെ ഏൽപ്പിച്ച മുഴുവൻ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും അതിനോട് അള്ളാഹു ചോദ്യം ചെയ്യും എന്ന ബോധത്തോടു കൂടി ജീവിതം ക്രമപ്പെടുത്തുക. സർവശക്തനായ നാഥൻ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അർഹമുർ-റഹീമീനായ റബ്ബെ, ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് പുറത്തു തന്ന റഹ്മാനെ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് അംഗീകരിച്ച് മരിക്കുന്ന വിശ്വാസികളിൽ, വിജയികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുന്ന റഹ്മാനെ, നാഥ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ എല്ലാവർക്കും നീ പാപമോചനം നൽകുകയും ഞങ്ങൾ ഏവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന റഹ്മാനെ, ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരെ മുഴുവൻ നീ യഥാർത്ഥ മുസ്ലിമായി ജീവിപ്പിക്കുകയും മരണപ്പെടുന്നവരെ നീ ഈമാനോടും തൗബയോടും കൂടി മരിപ്പിക്കുകയും ചെയ്യുന്ന റഹ്മാനെ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള ആളുകളുടെ ബർസഖി ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കുന്ന റഹ്മാനെ, ഖബർ ശിക്ഷയിൽ നിന്ന്, നരക ശിക്ഷയിൽ നിന്ന്, മഹ്ശറിലെ പ്രയാസങ്ങളിലൊക്കെ ഞങ്ങൾ ഓരോരുത്തരെയും നീ കാത്തുരക്ഷിക്കുന്ന റബ്ബെ, ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടുന്ന റഹ്മാനെ, ജീവിതത്തിൽ ഞങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതരം പരീക്ഷണങ്ങളും പ്രയാസങ്ങളുണ്ട് നാഥ, എല്ലാ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നീ നീക്കിത്തരണ റബ്ബെ, 2 ലോകത്തും ഞങ്ങൾക്ക് ജീവിത വിജയം നൽകണ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.